നമസ്കാരം. BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനും മറുനാടനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. അതിൻ്റെ കാരണം ചെറിയ വിമർശനം പോലും താങ്ങാനുള്ള ശേഷി സുരേന്ദ്രന് ഇല്ലായിരുന്നു എന്നതാണ്. താൻ പ്രസിഡന്റായാൽ ആരും തന്നെ വിമർശിക്കരുത് എന്നതായിരുന്നു സുരേന്ദ്രൻ്റെ നയം. മറുനാടൻ എല്ലാവരെയും വിമർശിക്കുന്ന കൂടെ സുരേന്ദ്രനെ വിമർശിച്ചു. അതിൻ്റെ കട്ടക്കലിപ്പ് സുരേന്ദ്രൻ്റെ ഭാഷയിലും പ്രവൃത്തിയിലും എക്കാലത്തുമുണ്ടായിരുന്നു. സുരേന്ദ്രൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞതോടെ പിന്നെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്യേണ്ടതോ സുരേന്ദ്രനെ വിമർശിക്കേണ്ടതായ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലാണ് സുരേന്ദ്രനെ ഞങ്ങൾ വിമർശിച്ചിരുന്നത്. ആ പദവിയിൽ നിന്നും സുരേന്ദ്രൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേന്ദ്രൻ്റെ പിന്നാലെ പോവേണ്ട ഒരാവശ്യവുമില്ല. കാരണം വ്യക്തിപരമായി ഒരു അനിഷ്ടവും സുരേന്ദ്രനോടില്ല. എന്നാൽ പക്ഷേ സുരേന്ദ്രൻ അങ്ങനെയല്ല അതിനെ എടുത്തത്. വ്യക്തിപരമായ വിരോധം കൊണ്ട് നടക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി VV രാജേഷിനെ തെരഞ്ഞെടുത്തപ്പോൾ മറുനാടനെ വ്യാജൻസ്കറിയ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്. എന്തിനാണ് സുരേന്ദ്രൻ അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയതെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, വാർത്ത ചെയ്തത് സംസ്ഥാന നേതൃത്വം നൽകിയ കൃത്യമായ വിവരം കൊണ്ടാണ്. കേരള BJPയുടെ സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത് R ശ്രീലേഖയെ മേയറാക്കാനായിരുന്നു. ഈ കാര്യം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന നേതൃത്വവും ശ്രീലേഖയെ അറിയിച്ചതാണ്. ശ്രീലേഖയ്ക്ക് 10 വാർഡുകളുടെ ചുമതല കൊടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറക്കിയപ്പോഴും മത്സരിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നില്ല. ഒടുവിൽ ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നോ പറഞ്ഞു ശ്രീലേഖ. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. പക്ഷേ BJP സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് പറയുന്നു, ഈ കോർപ്പറേഷന്റെ മുഖം ശ്രീലേഖയാണ്, ജയിച്ചാൽ മേയറാക്കാൻ പോകുന്നത് ശ്രീലേഖയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ശ്രീലേഖ മത്സരിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ശ്രീലേഖയായിരിക്കും മറ്റൊരാളും പരിഗണനയിൽ ഇല്ല എന്ന് ഞങ്ങൾ നിലപാടെടുത്തത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഏതു നിമിഷവും സാഹചര്യങ്ങൾ മാറിമറിയാം. ശ്രീലേഖയ്ക്ക് അനുകൂലമായ പല ഘടകങ്ങളുണ്ടായിരുന്നു. അതൊന്ന് പോലീസ് ഓഫീസർ എന്ന നിലയിൽ കാര്യക്ഷമത തെളിയിച്ചു. അവരുടെ ആധികാരികത മേയർ എന്ന പദവിക്ക് അലങ്കാരമാകുമെന്നതായിരുന്നു. രണ്ടാമത്തേത് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവർ മത്സരിച്ചു എന്നതാണ്. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറിമറിയുന്നു. ശ്രീലേഖ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജോലി ചെയ്ത 3-3.5 പതിറ്റാണ്ടിലധികം വരുന്ന കാലത്ത് അവരുടെ പ്രവൃത്തിക്ക് ഇരയായിട്ടുള്ള ചില RSS പ്രവർത്തകർ അവരുടെ അനുഭവം RSS നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. RSS നേതൃത്വം അത് നേരെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാൻ മനസ്സിലാക്കിയത് മോഹൻ ഭഗവത് തന്നെ അറിയിച്ചു എന്നാണ്. RSS രാജേഷിനെ മേയറാക്കണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല, ശ്രീലേഖയാക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണ ശ്രീലേഖയ്ക്കായിരുന്നില്ല, രാജേഷിനായിരുന്നു. അങ്ങനെ രാജേഷിനെ മേയറായി തിരഞ്ഞെടുക്കുന്നു. അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ശ്രീലേഖയ്ക്കുമുണ്ട്. പക്ഷേ സുരേന്ദ്രൻ അപ്പോഴേക്കും മറുനാടനെ ചൊറിഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി. എത്രയോ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് വാർത്ത കൊടുത്തിരുന്നു. അന്ന് രാവിലെ അരുൺകുമാറൊക്കെ രാജേഷ് അല്ല, ശ്രീലേഖ മാത്രമാണ് മേയർ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഓർക്കണം, അവരെക്കുറിച്ചൊന്നും സുരേന്ദ്രന് പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല, ഇതായിരുന്നു BJP നേതൃത്വത്തിന്റെ പ്ലാനെന്ന് ഇപ്പോഴിതാ ശ്രീലേഖ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മറുനാടനല്ല കള്ളം പറഞ്ഞത്, സുരേന്ദ്രനാണ് കള്ളം പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ പ്രതികരണവുമായി R ശ്രീലേഖ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അഭിമുഖം ഇന്നലെയാണ് പുറത്തു വരുന്നത്. ഈ അഭിമുഖത്തിന് മുൻപ് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ശ്രീലേഖ എന്നോട് പറഞ്ഞിരുന്നു. മേയറാകും എന്ന് വാക്ക് പറഞ്ഞിരുന്നു, ആ വിശ്വാസത്തിലാണ് മത്സരിച്ചത് എന്നൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. കാരണം എന്നോട് സ്വകാര്യമായി പറഞ്ഞ കാര്യം മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. എന്നാൽ ഒരു ചാനലിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ശ്രീലേഖ. ശ്രീലേഖയുടെ അഭിമുഖം പുറത്തു വന്നു, വലിയ വിവാദമായി. ശ്രീലേഖ അതൃപ്തയാണ്, അസംതൃപ്തയാണ്, ശ്രീലേഖ BJP വിടുന്നു തുടങ്ങിയ വാദങ്ങളുമായി മാധ്യമങ്ങൾ ചർച്ച നടത്തി. വാസ്തവത്തിൽ അതൊന്നുമല്ല. ശ്രീലേഖയ്ക്ക് അല്പം നിരാശയുണ്ടായി എന്നത് വാസ്തവമാണ്. അതിൻ്റെ മേൽ അതൃപ്തിയോ പരാതിയോ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് വരാനുള്ള ത്വരയോ ഒന്നും ശ്രീലേഖയ്ക്കില്ല. ശ്രീലേഖയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് മത്സരിച്ചത്, പക്ഷെ അത് ലഭിച്ചില്ല, അതിന് നിരാശയുണ്ട്. പക്ഷേ ഞാൻ BJPയിലേക്ക് വന്നത് മേയറാവാനോ MLA ആകാനോ മന്ത്രിയാവാനോ അല്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തോടുള്ള ഇഷ്ടം, ആ ഭരണ നേട്ടം കേരളത്തിന് കൂടി കിട്ടണം, അത് നഷ്ടപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ഞാനതിനെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ടൊരു പാർട്ടി പ്രവർത്തകയാവാൻ എത്തിയതാണ്. അതുകൊണ്ടൊരു പദവിയോ സ്ഥാനമാനമോ തനിക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, വട്ടിയൂർക്കാവിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആരും തന്നോട് പറഞ്ഞിട്ടില്ല താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല.
ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരുപാട് പണച്ചെലവുള്ള പരിപാടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് താൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതും വിവാദമാണ്. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ചോദിച്ചു. അതുകൊണ്ട് സുരേന്ദ്രന് വട്ടിയൂർക്കാവ് കൊടുക്കേണ്ടതുകൊണ്ട് ശ്രീലേഖയോട് നെടുമങ്ങാട് മത്സരിക്കാമോ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിൽ വാർത്ത വന്നത്. ശ്രീലേഖ പറയുന്നു നെടുമങ്ങാട് പോയിട്ട് വട്ടിയൂർക്കാവ് പോലും താൻ മത്സരിക്കുന്നില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. അതേസമയം മറ്റൊരു BJP നേതാവ് എന്നോട് പറഞ്ഞത് ശ്രീലേഖ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവ് മത്സരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ഞാൻ ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചു. ശ്രീലേഖ പറയുന്നു തനിക്ക് അതിനെ പറ്റിയ മാനസികാവസ്ഥയില്ല. ഒരു വലിയ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനുള്ള സാഹചര്യം തനിക്കില്ല. തനിക്കൊരു പരാതിയും പാർട്ടി നേതൃത്വത്തോടില്ല. തന്നോട് പറഞ്ഞിരുന്നു എന്നത് വാസ്തവമാണ്. അതിനർത്ഥം താൻ നിരാശയിലാണെന്നല്ല, പാർട്ടി വിടുമെന്നല്ല. താൻ പാർട്ടിയിൽ ചേർന്നതിൻ്റെ ലക്ഷ്യം പോലും അതല്ലാത്തതുകൊണ്ട് എന്തിന് താൻ അങ്ങനെ നിരാശയാവണം എന്നാണ് ശ്രീലേഖയുടെ ചോദ്യം. എന്തായാലും കെ സുരേന്ദ്രനെ പോലുള്ളവർ മനസ്സിലാക്കുക, ഈ പക രാഷ്ട്രീയത്തിൽ ആർക്കും നല്ലതല്ല. മാധ്യമപ്രവർത്തകർ അവരുടെ സാഹചര്യത്തിൽ അവർക്ക് കിട്ടുന്ന വാർത്തകൾ അവർ കൊടുക്കും. ആ വാർത്തകൾ ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതെ വരാം. കാരണം രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം എപ്പോഴും മാറും. ദീപ്തി മേരി വർഗീസ് ആയിരിക്കും കൊച്ചി മേയർ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതായിരുന്നു സാധ്യത. പക്ഷേ മേയർ അത് മിനിമോളാണ്. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം. അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി അവൻ്റെ സോഴ്സുകളിൽ നിന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് പിശകായിപ്പോയി എന്നാൽ അത് വ്യാജ വാർത്തയാവുന്നില്ല, സാഹചര്യങ്ങളുടെ മാറ്റമാണ്. ദയവായി മാധ്യമപ്രവർത്തകരുടെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത് രാഷ്ട്രീയക്കാർ അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഞാൻ ശ്രീലേഖയോട് സംസാരിച്ചത് കൂടി കേൾക്കുക. നമസ്കാരം മാഡം, സുഖമായിരിക്കുന്നോ? ഇന്നലെ ഒരു പുതിയ വിവാദം, പെട്ടെന്ന് ഒരു അസ്വസ്ഥതയാണ്, അതൃപ്തിയാണ് എന്ന തരത്തിൽ വാർത്ത വന്ന് എന്ത് പറ്റി സംഭവിച്ചതെന്നാണ്. അത് ഈ ചില ആൾക്കാർ അസ്വസ്ഥത അതൃപ്തി എന്നൊക്കെ പറയുമല്ലോ, അത് അവർക്ക് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. ശരിക്കും ഇത് രണ്ടും എനിക്കില്ല, ഉണ്ടായിരുന്നു ഇല്ല. പക്ഷെ ഈ ഒരു മേയറാക്കാം എന്നുള്ള ഒരു പരിഗണന, മേയറാക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു നേരത്തെ. ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ കൗൺസിലറായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ശീലമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ ബേസിസിലല്ല പിന്നെ ഒന്നും നടന്നിരിക്കുന്നത്. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നപ്പോ BJP 50 സീറ്റ് ജയിച്ചു വന്നപ്പോ എല്ലാ ആളുകളോടും കൗൺസിലർമാരോടും ചോദിച്ചൊരു സമന്വയം എടുത്തു. ആ സമയം മിക്കവാറും എല്ലാവരും പറഞ്ഞിരുന്നു നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനോട് അംഗീകരിക്കാമെന്ന്. ഞാനും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിലൂടെ നേതൃത്വം ഓൾറെഡി എടുത്ത ഒരു തീരുമാനമുണ്ടല്ലോ എന്നുള്ള മട്ടിലായിരുന്നു ഞാനും അത് അംഗീകരിച്ചത്. അപ്പൊ അത് പിന്നെ വന്നപ്പോ അത് മാറി വേറൊരാളായപ്പോ ഒരു താൽക്കാലിക നിരാശ ആരാണെങ്കിലും തോന്നുമല്ലോ. പക്ഷെ അത് ഞാൻ മാറ്റിവെച്ചു. കാരണം പാർട്ടിക്ക് നല്ലതാണ്, നേതൃത്വത്തിന് നല്ലതാണ്, ഈ കോർപ്പറേഷന് നല്ലത് അതായിരിക്കും, കുറച്ചും കൂടെ അനുഭവജ്ഞനായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള മട്ടിൽ ഞാൻ അത് അംഗീകരിക്കണം. അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നത് കൊണ്ടാണ് പൊതുവെ എനിക്ക് പ്രതികരിക്കാൻ. കാരണം ആ പനിയുടെ കൂടെ പ്രതികരിക്കാൻ, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശരിയാവില്ല. അപ്പൊ ഒരാഴ്ച കഴിയട്ടെ എന്ന് വിചാരിച്ചു, 1-2 ആഴ്ച കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള പരിഹാരം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പം കൗൺസിലറായിട്ട് ഒരു 5 വർഷം ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിന്നീടാണ്. കാരണം എന്റെ കൂടെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എന്റെ ശാസ്ത്രമംഗലത്തുള്ള ആൾക്കാരാണ്. എന്നെ ഇതുപോലെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ച് നിൽക്കുന്നത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും അവിടെയുള്ള ആൾക്കാരുമാണ്. പക്ഷെ എനിക്ക് നല്ലപോലെ അറിയാം ആ പാർട്ടി പ്രവർത്തകരും ആ ആളുകളും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് പോലും നാളത്തെ മേയർ എന്നുള്ള മട്ടിലായിരുന്നു എന്ന് അവര് തന്നെ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഈ പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോ അവരോട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയും സാരമില്ല, ഇത് അംഗീകരിച്ച കാര്യമാണ്, പാർട്ടിയുടെ ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അവർക്ക് സാരമില്ലാതല്ല, അവർ കരയുവാണ്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കറിയാതെ തന്നെ ആരെങ്കിലും ഈ ചോദ്യം വരുമ്പോ പറഞ്ഞു പോവുമല്ലോ. അതൃപ്തിയോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല. ഞാൻ ഈ ഭാവി നോക്കിയിട്ടല്ല, ഇതിന് പകരമായിട്ടൊന്നും ഓഫർ ചെയ്തിട്ടില്ല. പകരം എനിക്ക് വേണ്ടതാനും ഞാൻ ഈ പാർട്ടി പ്രവർത്തകയായിട്ട് വന്നത് നാട് നന്നാവാനും സമൂഹം നന്നാവാനും BJPയുടെ ഭരണം ഇവിടെ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. അത് ഉണ്ടാവുന്നത് നല്ലതിനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. മാറി മാറി ഭരിക്കുന്ന ഇടതും വലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനെ കുറച്ചും കൂടെ നന്മയിലേക്ക് നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വരണം. കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തിലും അല്ല, നിയമസഭയിലും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്ന അനേകം വ്യക്തികളിൽ, ലക്ഷക്കണക്കിന് വ്യക്തികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കോർപ്പറേഷനിൽ തന്നെ കൗൺസിലറായിട്ട് ഇരുന്നുകൊണ്ട് വരുന്ന നിയമസഭയിലെ സ്ഥാനാർത്ഥികളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതായിരിക്കും എന്റെ ഏറ്റവും നല്ല കാര്യം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോ ആ ഒരു രീതി എടുത്തിരിക്കുന്നത്. ഈ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ അവസരം വാഗ്ദാനം നൽകിയെന്ന് പറയുന്നതോ?
ശരിയല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പത്രക്കാര് പറഞ്ഞ് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ വട്ടിയൂർക്കാവിലാണ്. പിന്നെ ചിലപ്പോ പറയും വഴുതക്കാടാണെന്ന് പറയും. അവരിങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അതിന് പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ പാർട്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല. വട്ടിയൂർക്കാവിൽ സീറ്റ് കിട്ടിയാൽ മത്സരിക്കുമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത്. ഒന്നും എനിക്കിനിയും പറ്റില്ല. കാരണം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഞാനൊരു സമാധാനം അർഹിച്ച ഞാൻ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്റെ എഴുത്തും എന്റെ വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ഇരുന്നിരുന്ന എനിക്ക് കുറെ ഹോബീസ് ഉണ്ട്. വായിക്കാനൊക്കെ ഇഷ്ടമാണ്. കുറച്ച് റിലാക്സ് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരാള് പിന്നെ ഒരു ഫ്രേയിലോട്ട് വരുമ്പോൾ, ഈ ഫ്രേ എന്ന് പറയുന്നത് ഒരു മത്സര രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം തകിടം മറിയുമല്ലോ. അപ്പൊ അങ്ങനെ തകിടം മറിഞ്ഞതിന്റെ കൂട്ടത്തിൽ എന്റെ ആധ്യാത്മിക ജീവിതവും തകിടം മറിഞ്ഞു. അപ്പൊ എനിക്കിപ്പോ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ പണ്ട് ഇല്ലാതിരുന്ന 8 വർഷത്തേക്ക് എനിക്കില്ലാതിരുന്ന പനിയും ജലദോഷവും തൊണ്ട ഇതുമൊക്കെ ഇപ്പൊ പെട്ടെന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോരോ സമ്മർദ്ദങ്ങളുടെ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കും വേണ്ടേ കുറച്ച് പീസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്റെ സ്പേസിൽ ഞാൻ ഹാപ്പിയാണ്. കൗൺസിലറായിട്ട് ഞാൻ 5 വർഷം ജോലി ചെയ്തിട്ട് സ്വന്തം കാര്യവും ശ്രദ്ധിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാം. നാട്ടുകാരെ ജനസേവനം എന്ന് പറയുന്നത് എന്തും ജനസേവനമാണ്. അതും ഇപ്പൊ ഈ MLA ആയിട്ടിരുന്ന് മാത്രമല്ലല്ലോ ജനസേവനം ചെയ്യാൻ പറ്റുക. കൗൺസിലറായിട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ചാനലിലൂടെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അതും ജനസേവനമാണ്. ഇപ്പൊ തന്നെ കൗൺസിലിന്റെ ശാസ്ത്രമംഗലത്തുള്ളവരല്ല, തിരുവനന്തപുരം മൊത്തമുള്ള അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കാസർഗോഡ് നിന്നുള്ള ആൾക്കാർ വരെ എന്നെ വിളിക്കുകയും കാണാൻ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോ അവർക്കൊക്കെ ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് സേവനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ചെയ്ത് തൃപ്തിയായിട്ട് ഇരുന്നോളാം. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, ശരി.